2025 നമ്മുടെ BJP ഗവൺമെൻറ് അല്ലെങ്കിൽ മോദി ഗവൺമെൻറ് അവർക്ക് ഈ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പുതിയ നിയമം കൊണ്ടുവന്നത് നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ടാവും. അപ്പോൾ ആ നിയമത്തിൽ പറഞ്ഞിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് വഖഫ് ബോർഡുകളിൽ 11 അംഗങ്ങളുണ്ടെങ്കിൽ അതിൽ 9 പേരെന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ആളുകളെ തന്നെ നിയോഗിക്കാം. പക്ഷെ അത് ഒരൊറ്റ സുന്നി അതുപോലെയുള്ള ആളുകളെ മാത്രം നിയോഗിക്കരുത്. പകരം ഇപ്പോൾ ഷിയകളാണെങ്കിലും ബോറ കമ്മ്യൂണിറ്റി അങ്ങനെ പല പല ആളുകളുണ്ടെങ്കിൽ അവർക്കും കൂടി പ്രാതിനിധ്യം കൊടുക്കണം എന്ന വിധിയിലുണ്ടായിരുന്നു. അതുകൂടാതെ ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് മറ്റ് 2 അംഗങ്ങളെ അമുസ്ലിം അംഗങ്ങളായിട്ടുള്ള അംഗങ്ങളെ അല്ലെങ്കിൽ മുസ്ലിം ഇതര മതവിഭാഗത്തിൽ നിന്നുള്ള അംഗങ്ങളെ കൂടി അതിനകത്ത് കൊടുക്കണം, അതിനകത്ത് വെക്കണം എന്നുള്ളൊരു നിബന്ധന കൂടി അതിനകത്ത് എഴുതിയിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഒരു വഖഫ് ആക്ടിൻ്റെ ഭേദഗതികളെ തന്നെ ഇവിടെയുള്ള LDFO UDFO ഒന്നും അനുകൂലിച്ചിരുന്നില്ല. അതുകൊണ്ട് അത്തരം ഭേദഗതികൾക്ക് എതിരെ തന്നെ ഇവർ നിയമസഭയിൽ പ്രമേയം പാസ്സാക്കിയിരുന്നു എന്നുള്ളത് കൂടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരൊന്ന് ഓർക്കണം. എന്നിട്ട് ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം ഈ അടുത്തിടെ സംഭവിച്ചു, ഞാൻ അതിനകത്തേക്ക് വരാം. അപ്പോൾ ഇത്തരമൊരു കാര്യമാണ് നിലവിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പിണറായി സർക്കാർ ഈ വഖഫ് ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ അതിൽ 9 അംഗങ്ങളെ മാത്രമേ നിയമിച്ചുള്ളൂ. കാരണം 2 അംഗങ്ങളെ കൂടി നിയമിക്കണമെങ്കിൽ അവർ അമുസ്ലിങ്ങളായിരിക്കണം എന്നുണ്ട്. അത്തരത്തിൽ അമുസ്ലിങ്ങളായ അംഗങ്ങളെ നിയമിക്കാനായിട്ട് ഗവൺമെൻറ് ഇഷ്ടമില്ലാതെ എന്നതുകൊണ്ട് ഗവൺമെൻറ് അത് നിയമിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം. എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഒരു മുസ്ലിം സമുദായത്തിൻ്റെയൊക്കെ കൺസേണിന് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനമാണ് പിണറായി സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത് എന്നുള്ളത് വാസ്തവം. പക്ഷേ അതേസമയം തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ അറിയാം VD സതീശൻ ഗവൺമെൻറ് അധികാരത്തിലേറി. ആ അധികാരത്തിലേറിയിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ കൂടെ തന്നെയാണ് മുസ്ലിം ലീഗ് ഉള്ളത്. അപ്പോൾ അവരുടെയുമൊക്കെ നിലപാട് അതിശക്തമായിട്ട് ഈ നിയമത്തിൻ്റെ ഭേദഗതികളൊക്കെ തന്നെ എതിർക്കുന്നതായിരുന്നു എന്നുള്ളത് നമുക്കെല്ലാം അറിയാം. പക്ഷേ ഇതിനെല്ലാം തന്നെ ഘടകവിരുദ്ധമായിട്ടുള്ള അങ്ങേയറ്റത്തെ മലക്കം പറിച്ചിലാണ് ഒരു പുതിയ കേസിൽ സതീശൻ സർക്കാർ നടത്തിയിട്ടുള്ളത്. ഈ 15-ാം തീയതി ജൂലൈയിൽ ഒരു കേസിൽ വിധി പറഞ്ഞു. ആ കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് നമ്മുടെ BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായിട്ടുള്ള ഷോൺ ജോർജ് ആണ് ആ കേസുമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ളത്, ഹൈക്കോടതിയിലേക്ക് ചെന്നിട്ടുള്ളത്. ആ ഹൈക്കോടതിയിൽ ചെന്നപ്പോൾ അവിടെ ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള സൗമൻ സെന്നും, അദ്ദേഹം നേരത്തെ മേഘാലയ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു, അദ്ദേഹവും അതുപോലെ ശ്യാംകുമാർ BM അടങ്ങുന്ന 2 അംഗ ബെഞ്ചാണ് ഈ കേസ് കേട്ടത്. കേസിലെ ഏറ്റവും വലിയ ആവശ്യം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഷോൺ ജോർജിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് ഈ 2 അംഗങ്ങളെ കൂടി നിയമിക്കണം എന്നുള്ളതാണ്. അതായത് അമുസ്ലിങ്ങളായിട്ടുള്ള 2 അംഗങ്ങളെ കൂടി ഇവിടെ നിയമിക്കണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആവശ്യം. പക്ഷേ അതുകൂടാതെ വേറെ 4 പേർ കൂടി ഈ ഇതിന് കക്ഷി ചേർന്നിരുന്നു. അവരും കൂടി ഇത്തരത്തിലുള്ള ഒരു സെയിം അപേക്ഷകൾ തന്നെ കൊടുത്തിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളെന്ന് പറയുന്നത് ഈ മറ്റ് കമ്മ്യൂണിറ്റികളിൽ നിന്നുള്ള ആളുകൾ, അതായത് മറ്റ് കമ്മ്യൂണിറ്റികളിൽ നിന്നുള്ള ആളുകൾക്ക് കൂടി, അതായത് ഈ ഷിയ ബോറ അതുപോലെയുള്ള ആളുകൾ കൂടി പ്രാതിനിധ്യം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആപ്ലിക്കേഷൻ വന്നിരുന്നു. കൂടാതെ സുഹൃത്തായിട്ടുള്ള സ്റ്റാലിൻ ദേവൻ, അദ്ദേഹവും ഒരു അപേക്ഷ ഇതിനകത്ത് കക്ഷി ചേർന്നിരുന്നു. അദ്ദേഹം മുൻപ് വിഷയങ്ങളെക്കുറിച്ച് വളരെ ആഴത്തിൽ പഠിച്ചിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം ഇതിൽ കക്ഷി ചേരുകയും അദ്ദേഹത്തിൻ്റെ ആവശ്യം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഇപ്പോൾ കോടതിയിൽ വന്നിട്ടുള്ള വിധി അദ്ദേഹത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ചുള്ള ഒരു കാര്യമായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ വഖഫ് ബോർഡിനെ തന്നെ അസ്ഥിരപ്പെടുത്തണമെന്നാണ്. ഇപ്പോൾ താൽക്കാലികമായിട്ടുള്ള വിധിയാണ് ഉണ്ടായിട്ടുള്ളത്, ഇൻട്രീം ഓർഡറാണ്. അപ്പോൾ അതുകൊണ്ടിലേക്ക് അടുത്ത ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഹൈക്കോടതിയിൽ നിന്നുള്ള വിധിയാണ്. ഹൈക്കോടതി വിധിയിൽ ഇനി ഈ ഒരു മറ്റ് തീർപ്പുകൾ ഉണ്ടാകുന്നത് വരെ ഇത്തരത്തിൽ പ്രവർത്തിക്കാനായിട്ട് വഖഫ് ബോർഡിനെ തന്നെ അനുമതിയില്ല. അദ്ദേഹത്തിന് വഖഫ് ബോർഡിനെ തന്നെ റദ്ദായിക്കൊണ്ടുള്ള ഒരു വിധിയാണ് ഉണ്ടായിട്ടുള്ളത്. അതിനെതിരെ ഈ വഖഫ് ബോർഡ് ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് അപ്പീലിന് പോയിട്ടുണ്ട്. അപ്പീലിന് പോയിട്ടുള്ളത് ഷോൺ ജോർജിൻ്റെ ഒരു വിധിയാണ്. ഷോൺ ജോർജിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് അവർ ഉയർത്തി കാണിച്ചുകൊണ്ട് സുപ്രീം കോടതിയിലേക്ക് ചെന്നേക്കുന്നത്. അപ്പോൾ സുപ്രീം കോടതിയിലേക്ക് ചെല്ലുമ്പോൾ തന്നെ വഖഫ് ബോർഡ് കാണിച്ചിട്ടുള്ള ഒരു തന്ത്രവും കൂടിയുണ്ട്. ആ തന്ത്രം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനു മുൻപ് തന്നെ മറ്റ് ചില കേസുകളിൽ ഇത്തരത്തിൽ അനുകൂലമായിട്ടുള്ള വിധി വഖഫ് ബോർഡിന് അനുകൂലമായി സുപ്രീം കോടതിയിൽ നിന്ന് കിട്ടിയിരുന്നു. കാരണം 2 അംഗങ്ങളെ കൂടി നിയമിച്ചില്ല എന്നുള്ളത് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അത് പരിഹരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പ്രവർത്തിക്കാനുള്ള അനുമതി കൊടുക്കണം എന്നുള്ള നിലക്കുള്ള വിധി സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ വിധിയിൽ അവർ ഈ ഷോൺ ജോർജിൻ്റെ പെറ്റീഷൻ മേലാണ് ഈ വിധി ഉണ്ടായത് എന്ന് പറയുന്നൊരു വാദവുമായിട്ട് സുപ്രീം കോടതിയിലേക്ക് ചെന്നേക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ സ്റ്റാലിൻ ദേവൻ്റെയൊക്കെ കാര്യത്തിൽ അത് മാത്രമല്ല ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് നിരവധി കാര്യങ്ങൾ ഈ വഖഫ് ബോർഡിനെ റദ്ദാക്കാൻ വേണ്ടി കാണിച്ചിട്ടുണ്ട്. ആ റദ്ദാക്കാൻ വേണ്ടി കാണിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന്, നിയമവകുപ്പിലെ അഡീഷണൽ സെക്രട്ടറി, അതായത് വഖഫ് ബോർഡുമായി ബന്ധപ്പെടുന്ന ഒരു സെക്രട്ടറിയെ വേണം നിയമിക്കാൻ എന്നുള്ളതുണ്ട്. പക്ഷെ അത് ഇപ്പോൾ ജോയിൻറ്റ് സെക്രട്ടറി, വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജോയിൻറ്റ് സെക്രട്ടറി ആയിരിക്കണം. പക്ഷേ ഇപ്പോൾ നിയമിച്ചിട്ടുള്ളത് നിയമവകുപ്പിലെ അഡീഷണൽ സെക്രട്ടറിയാണ്. ശരിക്കും വഖഫ് ബോർഡുമായി ബന്ധമുള്ളത് നമ്മുടെ
തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള സെക്രട്ടറിയെ നിയമിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ബാർ കൗൺസിൽ മെമ്പറെ നിയോഗിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുകൂടാതെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് MLA-മാരുടെ റെപ്രസെൻറ്റേറ്റീവിനെ നിയമിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നിയമിച്ചത് കുഞ്ഞഹമ്മദ് കുട്ടി മാസ്റ്ററാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള നിയമനങ്ങളൊക്കെ നടത്താത്തത് കൊണ്ട് തന്നെ ഇത് റദ്ദ് ചെയ്യണമെന്നാണ് ഈ സ്റ്റാലിൻ ദേവൻ്റെയൊക്കെ ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്, അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു വിധിയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, അതാണ് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഒരു കാര്യം, അതായത് ഷോൺ ജോർജിൻ്റെ ആവശ്യത്തിനെതിരെ നിലപാടെടുക്കും എന്ന് വിചാരിച്ചിരുന്ന ഒരാളുകളാണ് കേരള ഗവൺമെൻറ് എന്ന് പറയുന്നത്. കേരള ഗവൺമെൻറ് അഭിപ്രായമാണല്ലോ, പ്രത്യേകിച്ച് വി ഡി സതീശനാണ് നിയമവകുപ്പ് ഭരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ്, അല്ലെങ്കിൽ ഗവൺമെൻറ് അഭിപ്രായമാണ് അവിടെയുള്ള വക്കീലന്മാർ അവിടെ ചെന്ന് പറയുന്നത്. അതിൽ സമീർ എന്ന് പറയുന്ന അഡ്വക്കേറ്റ്, ശ്രീ PM സമീറും അതുപോലെ സ്പെഷ്യൽ ഗവൺമെൻറ് പ്ലീഡറാണ്, അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ അവിടെ വാദിച്ചിരുന്നു. അതുപോലെ അഡ്വക്കേറ്റ് ജനറൽ ഹാജരായിരുന്നു ജാജു ബാബു. ഇവരൊക്കെ വാദിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഷോൺ ജോർജിൻ്റെ ആവശ്യം ഉടനടി ഇവർ അംഗീകരിക്കുകയാണ് ചെയ്തത്. അതിനെതിരെ ഒരു പ്രതിഷേധവുമില്ല, ഒന്നുമില്ല. പകരം ഇവർ പറയുന്നത്, ഞങ്ങൾ അങ്ങനെ 2 പേരെ കൂടി നിയമിച്ചുകൊണ്ട് ഞങ്ങൾ ഈ ബോർഡുമായി തുടർന്നോളാം എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഷോൺ ജോർജ് പറയുന്ന അതേ ആവശ്യം തന്നെ ഒരു എതിർപ്പുമില്ലാതെ അംഗീകരിച്ചു കൊടുക്കുകയും, ഷോൺ ജോർജ് ശരിക്കും 2 വക്കീലിന് പോലും ആവശ്യമുണ്ടായില്ല, ഗവൺമെൻറ് വക്കീൽ മാത്രം മതിയായിരുന്നു. കാരണം ഷോൺ ജോർജിന് വക്കീലിനൊന്നും വെച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമുണ്ടായില്ല. കാരണം ഇത് അനുവദിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പിണറായി സർക്കാർ ഇരുന്നുകൊണ്ടിരുന്നപ്പോൾ PM ശ്രീയിൽ നിന്ന് ഇവർ പിൻവാങ്ങി, അതുപോലെ മറ്റു പല നിലപാടുകളിൽ നിന്ന് ഇവർ പിൻവാങ്ങിയെന്ന് നമുക്കറിയാം. അതിനേക്കാളൊക്കെ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം, യഥാർത്ഥത്തിൽ എൻ്റെ നിലപാടൊക്കെ വേറെയാണ്, പക്ഷേ എങ്കിൽ പോലും ഞാൻ പറയുന്നത്, ഇത് യഥാർത്ഥത്തിൽ രാഷ്ട്രീയമായിട്ടുള്ള ഒരു നിലപാട് മാറ്റം മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തുനിന്നും വി ഡി സതീശൻ്റെ ഭാഗത്തുനിന്നും കോൺഗ്രസിൻ്റെയൊക്കെ ഭാഗത്തു നിന്നും വഖഫ് ബോർഡിൻ്റെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നു, അല്ലെങ്കിൽ കോടതിയിൽ അവർ അങ്ങേയറ്റത്തെ ഒരു കീഴടങ്ങൽ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ നടത്തുമ്പോൾ യഥാർത്ഥത്തിൽ ഏത് രാഷ്ട്രീയമായി വിശദീകരിക്കേണ്ട ബാധ്യത പോലും അവർക്കാർക്കും വന്നില്ല. കാരണം നമ്മുടെ മാധ്യമങ്ങൾ അത് ഉയർത്തിക്കാട്ടിയിട്ടില്ല. കൂടാതെ ഈ അണികൾക്കും ഇത് എന്താണെന്ന് മനസ്സിലായിട്ടുള്ള വലിയ ചോദ്യങ്ങൾ വന്നിട്ടില്ല. വളരെ ലളിതമായി ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ, 11 അംഗങ്ങൾ വേണമായിരുന്നു വഖഫ് ബോർഡിൽ. അതിൽ 2 അംഗങ്ങൾ അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ വേണമായിരുന്നു. അത്തരമൊരു നിയമ ഭേദഗതിയോട് അംഗീകരിക്കാത്തവരാണ് ഇടതുപക്ഷവും അതുപോലെ തന്നെ UDF-ഉം ഒക്കെ തന്നെ. BJP മാത്രമാണ് അതിനെ അംഗീകരിക്കുന്നത്. അങ്ങനെ അംഗീകരിക്കാത്തത് കൊണ്ട് തന്നെ അവർ, ഈ പിണറായി സർക്കാർ ഇത്തരത്തിൽ 9 പേരെ മാത്രമേ നിയോഗിച്ചുള്ളൂ. അതിൽ പിണറായി സർക്കാർ പറയാനിരുന്നൊരു വാദം എന്ന് പറയുന്നത്, അദ്ദേഹം ഇന്നലെ പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്. പറയാനിരുന്ന വാദം 5 പേരുടെ കോറം തികയാൻ 5 പേര് മതി. അപ്പോൾ അങ്ങനെ 5 പേരോ 9 പേരോ ഉണ്ടെങ്കിൽ പോലും അത് നടത്തിക്കൊണ്ടുപോകുന്നതിന് ബുദ്ധിമുട്ടാവില്ല എന്നുള്ളതാണ്. പക്ഷേ കേന്ദ്ര നിയമം അനുസരിച്ച് ഇത് പാലിക്കണം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. പക്ഷെ അതിനോട് ഒരു ചെറിയ റെസിസ്റ്റൻസോ ചെറുത്തുനിൽപ്പോ പോലും നടത്താതെ ഇത്തരമൊരു കാര്യം കോടതിയിലേക്ക് വന്നപ്പോൾ ഷോൺ ജോർജിൻ്റെ ആവശ്യങ്ങൾ എന്തായിരുന്നു, പറഞ്ഞാൽ ഞങ്ങൾ നേരത്തെ അംഗീകരിക്കുമായിരുന്നല്ലോ എന്നുള്ളൊരു നിലപാടുമായിട്ടാണ് വി ഡി സതീശൻ സർക്കാർ ഈ വഖഫ് ബോർഡിൽ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് അവിടെ കൃത്യമായി യഥാർത്ഥത്തിൽ ഷോൺ ജോർജിൻ്റെ ആവശ്യങ്ങളല്ല, സ്റ്റാലിൻ ദേവൻ പറഞ്ഞിട്ടുള്ള ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ഇത് റദ്ദാക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പം ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിലേക്ക് പോയിരിക്കുകയാണ് വഖഫ് ബോർഡ്. ആ സുപ്രീം കോടതിയിൽ നിന്ന് ഇനി ഫൈനൽ തീരുമാനം എന്താകുമെന്നുള്ളത് കാത്തിരുന്ന് കാണാം. പക്ഷെ അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യം, രാഷ്ട്രീയമായി UDF-ൻ്റെ നിലപാട് എന്താണ്, BJP-യുടെയും സംഘപരിവാറിൻ്റെയും നിലപാട് തന്നെയാണ് ഈ പറയുന്ന കോൺഗ്രസിനും അതുപോലെ മുസ്ലിം ലീഗിനും എന്നുള്ളത് കോടതിയിൽ വെളിപ്പെട്ട ഒരു നിമിഷമാണ് ഇത് എന്നുള്ളത് നിങ്ങൾ മറന്നുപോകരുത്. ടോപ്പിക്ക് കഴിഞ്ഞു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് പറയാനാണ്. അത് നമുക്ക് പുതിയൊരു ചാനൽ കൂടി തുടങ്ങിയിട്ടുണ്ട്. ആ ചാനലിൻ്റെ പേര് ജനകീയ പൊതുബോധത്തിനും അപ്പുറം രതീഷ് ചക്രപാണിയോടൊപ്പം എന്നുള്ളതാണ്. അതിൻ്റെ ഇംഗ്ലീഷിലെ പേര് ബിയോണ്ട് കോമൺ കോൺഷ്യസ്നസ് വിത്ത് രതീഷ് ചക്രപാണി എന്നാണ്. പക്ഷെ അത്ര വലിപ്പമുള്ള പേരൊന്നും കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ വളരെ ചെറിയൊരു പേരാണ് ഇട്ടിരിക്കുന്നത്. അത് അടിച്ചു കൊടുത്താൽ യൂട്യൂബിൽ കിട്ടും. BCC വിത്ത് രതീഷ് ചക്രപാണി എന്നാണ്. അതിൽ വലിയ 2 പോഡ്കാസ്റ്റുകൾ ഇപ്പോൾ സംപ്രേഷണം ചെയ്തിട്ടുണ്ട് നമ്മൾ. ആദ്യത്തെ പോഡ്കാസ്റ്റ് തന്നെ 25,000 പേര് കണ്ടു കഴിഞ്ഞു. 12,000-ലധികം മണിക്കൂറുകൾ അത് ആളുകൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. വലിയ സന്തോഷം. അത് 1 മണിക്കൂർ 44 മിനിറ്റുള്ള പോഡ്കാസ്റ്റാണ്. രണ്ടാമത്തെ പോഡ്കാസ്റ്റ് ഏതാണ്ട് 1,60,000-ലധികം ആളുകൾ ഇതുവരെ കണ്ടിരിക്കുന്നു. അതിൻ്റെ വാച്ച് അവേഴ്സ് എന്ന് പറയുന്നതിന് 25,000 മണിക്കൂറുകൾക്കകത്തായിരിക്കുന്നു. വലിയ സന്തോഷം നിങ്ങളിതുപോലെ സ്വീകരിച്ചതിൽ. ആ രണ്ടാമത്തെയും ആദ്യത്തെയും ഒക്കെ പോഡ്കാസ്റ്റുകൾ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണണം. കാരണം ആ പോഡ്കാസ്റ്റുകളിൽ കേരളത്തോട് മറ്റാരും പറയാത്ത ഞെട്ടിക്കുന്ന കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും രണ്ടാമത്തെ പോഡ്കാസ്റ്റിൽ പാർലമെൻ്ററി പാർട്ടിയിൽ 2 അക്കം തികക്കുന്ന ഒരു ഭൂരിപക്ഷം പോലും ഇല്ലാതിരുന്ന
വി ഡി സതീശൻ എങ്ങനെയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായത് എന്നുള്ളതിനെക്കുറിച്ച് ഞെട്ടിക്കുന്ന അതിൻ്റെ പിന്നിലെ അണിയറ കഥകളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് അദ്ദേഹത്തിന് വേണ്ടി വളരെ ശക്തമായി നിലകൊണ്ടത്, അദ്ദേഹത്തിൻ്റെ പുറകിലുള്ള കോടീശ്വരൻ ആരാണ് എന്നുള്ളതിൻ്റെ കഥയും ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണുക. അത്തരം നിരവധി പോഡ്കാസ്റ്റുകൾ എടുക്കാൻ വേണ്ടി നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ആവശ്യമുണ്ട്. ആ സപ്പോർട്ട് നിങ്ങൾക്കൊന്നില്ലെങ്കിൽ ഈ ചാനലിൽ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് നമുക്ക് ചെയ്യാം. ആ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ ലെവൽ 1 മുതൽ ലെവൽ 6 വരെയുള്ള നിരവധി കാര്യങ്ങളുണ്ട്. അതിൽ ഏതെങ്കിലും എടുത്തുകൊണ്ട് നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാം. ഇനി അതല്ല, നിങ്ങൾക്ക് നേരിട്ട് തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ നമ്മളെ ഗൂഗിൾ പേ നമ്പറോ അക്കൗണ്ട് നമ്പറോ ഒക്കെ കൂടി കൊടുത്തിട്ടുണ്ട്. ഇനി അതൊക്കെ ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും പ്രത്യേകമായിട്ട് ഗുണമൊന്നും ഉണ്ടാവില്ല, നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള വീഡിയോകളൊന്നും ഉണ്ടാവില്ല. പക്ഷേ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ചെയ്യാം. നിങ്ങൾക്കാകെ കിട്ടുന്ന ഗുണം ഏതെങ്കിലും ചില വീഡിയോകൾ നേരത്തെ കാണാം എന്നുള്ളത് മാത്രമാണ്. പിന്നെ അടുത്തൊരു കാര്യമെന്ന് പറയുന്നത്, ഇതൊന്നും ചെയ്യാൻ കഴിയാത്തവർ അതോർത്ത് വിഷമിക്കേണ്ട. തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോകൾ കാണുകയും അഭിപ്രായങ്ങളും വിമർശനങ്ങളും ഒക്കെ രേഖപ്പെടുത്തുകയും ചെയ്യണം എന്ന് മാത്രമാണ് നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്. നമ്മുടെ ചാനലിൻ്റെ പേര് ഒരിക്കൽ കൂടി പറയുന്നു, മറക്കണ്ട, BCC വിത്ത് രതീഷ് ചക്രപാണി എന്നാണ്.